പിശാച് എങ്ങനെയാണ് വിവാഹ ബന്ധങ്ങളെ തകർക്കുന്നത്? എഫെസ്യർ 4:26-27 ബൈബിള് പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ വിവാഹ ജീവിതത്തില്. നമ്മുടെ കുടുംബങ്ങളില് ദേഷ്യം കൊണ്ടുവരുന്നതിലൂടെ പിശാച് നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ ഇടം പിടിക്കുന്നു. ഇന്ന് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം ദേഷ്യമുണ്ട്. എത്ര തവണ ഞാൻ പറയണ ഒരു വാക്ക് പോലും നീ കേൾക്കാറില്ല. അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ നടന്ന എന്തെങ്കിലും കാര്യം കൊണ്ടോ ആകാം. അവരത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് ബന്ധങ്ങളെ തകർക്കുന്ന ദേഷ്യത്തിന് കാരണമാവുന്നു. വിവാഹം ഒരു വിശുദ്ധ ഉടമ്പടിയാണ്. ദൈവം ഭാര്യാഭർത്താക്കന്മാർക്ക് നൽകിയ ആദ്യ ഉടമ്പടികളിൽ ഒന്ന്. അതുകൊണ്ട് പിശാച് ആദ്യം വിവാഹ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. വിവാഹവും കുടുംബവും തകർന്നാൽ അവൻ നമ്മളെ ഓരോരുത്തരെയും തകർക്കുന്നു. ഈ ദേഷ്യം വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ആളുകളുടെ ഹൃദയം തകർക്കുന്നു. ദമ്പതികൾ സാധാരണയായി ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, മറ്റേയാൾ കുറച്ച് ക്ഷമയുള്ളവനായിരിക്കും. എന്നാൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഉപദ്രവകരമായി മാറാറുണ്ട്. പങ്കാളിക്ക് അത്രയധികം വിഷമമുണ്ടാകുന്നു. അവർക്ക് ക്ഷമിക്കാനോ വീണ്ടും ഒന്നിക്കാനോ ഉള്ള മനസ്സ് ഇല്ലാതാകുന്നു. എന്നാൽ ദേഷ്യം കുടുംബങ്ങളെ തകർക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ജോലി സ്ഥലത്തോ കുടുംബത്തിന് പുറത്തോ ഉള്ള എന്തെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കാം. അതിന് കുറച്ച് സമയം നൽകാം. ഒരാള് 5 മിനിറ്റ് കാറിലിരിക്കാറുള്ള ഒരു കഥ എനിക്കറിയാം. ജോലി സ്ഥലത്ത് തന്റെ എല്ലാ ദേഷ്യവും നിരാശയും അവൻ അവിടെ തീർക്കുമായിരുന്നു. അവൻ ദൈവത്തോട് പറയുമായിരുന്നു, കർത്താവേ, എന്നെ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട, അതെന്റെ കുടുംബത്തെ ബാധിക്കരുത്. അവൻ വീട്ടിൽ കയറുമ്പോ ഒരു പുതിയ മനുഷ്യനായി, ഒരു ഭർത്താവായി, അച്ഛനായി കയറുന്നു, അല്ലാതെ ജോലി സ്ഥലത്തെ ഒരാളായി അല്ല. അതുകൊണ്ട് ആ ദേഷ്യം വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളെ കുട്ടികളോട് കാണിക്കരുത്, നിങ്ങളുടെ പങ്കാളിയോടും അത് കാണിക്കുന്നത്. കാരണം ആ ദേഷ്യം വേരുറച്ചു തുടങ്ങിയാൽ ആ ദേഷ്യത്തിലൂടെ പിശാചും നിങ്ങളുടെ വീടുകളിലേക്ക് കടക്കാൻ ശ്രമിക്കും. ദേഷ്യം വരികയും പങ്കാളിയോട് ബഹളം വെക്കുകയും ചെയ്യുന്നത് നമുക്കിടയിൽ വളരെ സാധാരണമാണ്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ എത്രയും വേഗം അത് പരിഹരിക്കുക, ക്ഷമ ചോദിക്കുക, അവരോട് ക്ഷമിക്കുക. നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്നും എന്തിനാ നിരാശനായതെന്നും അവരോട് പറയാ. എന്തുകൊണ്ടാ നിങ്ങൾക്ക് ദേഷ്യം വന്നതെന്ന് പറയാ. അവർ തീർച്ചയായും മനസ്സിലാക്കും. പരിഹാരമില്ലെങ്കിലും നിങ്ങളുടെ ദേഷ്യവും കാരണവും അവർക്ക് അറിയാൻ കഴിയും. ഓർക്കുക, പങ്കാളിയാണ് നിങ്ങളുടെ ഒറ്റ സുഹൃത്ത്. നിങ്ങളുടെ പങ്കാളി ദൈവം നൽകിയ കൂട്ടാണ്. അവരെ അകറ്റരുത്. ദിവസം മുഴുവൻ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ അവരോട് പറയൂ. ചിലപ്പോ കുറച്ചു ദിവസം മുമ്പത്തെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ടാകും. അവരോട് സംസാരിക്കൂ, അവർ മനസ്സിലാക്കും. പിശാചിനെ വീട്ടിൽ കടത്തരുത്. അതേ വചനത്തെ തന്നെ നമ്മൾ കാണുന്നു, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് സംസാരിക്കുക, കാര്യങ്ങൾ പരിഹരിക്കുക. സന്തോഷമുള്ള ദമ്പതികളായി സന്തോഷത്തോടെ ഉറങ്ങാൻ പോവാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേഷ്യം നിയന്ത്രിക്കാൻ കർത്താവിനോട് അപേക്ഷിക്കൂ. പെട്ടെന്ന് ദേഷ്യം വരുന്നവര് കർത്താവിനോട് പറയുക, കർത്താവെ, ഈ ദേഷ്യം എന്റെ കുടുംബത്തെ തകർക്കരുതെന്ന് കർത്താവ് നിങ്ങളെ മാറ്റും. കർത്താവായ യേശുവേ, ദമ്പതികളായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നൽകിയ ഈ നല്ല അവസരത്തിന് നന്ദി. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പങ്കാളികൾക്കും ഞങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന പലരും ദേഷ്യം കാരണം ബുദ്ധിമുട്ടുന്നുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കർത്താവെ, എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു. വീട്ടിൽ കയറുമ്പോൾ തന്നെ പങ്കാളിയോടും മക്കളോടും ദേഷ്യം വരുന്നു. കർത്താവെ, ഈ ദേഷ്യം നിയന്ത്രിക്കാൻ അവരെ സഹായിക്കണേ പിതാവേ. ദേഷ്യം വരുമ്പോ പിശാച് കുടുംബത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുമെന്ന് അവരറിയട്ടെ. ദേഷ്യം നിയന്ത്രിക്കാനും ആ നിരാശ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാനും അവർക്ക് കഴിയട്ടെ. കർത്താവെ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ദമ്പതികൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് ദമ്പതികളായി ഒരുമിച്ച് കാണുമ്പോൾ ദേഷ്യം നിങ്ങളെ അകറ്റുന്നുണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിക്കുക. കുടുംബത്തെ യേശുവിന് സമർപ്പിക്കുക. നിങ്ങൾ രണ്ടുപേരും യേശുവിന് സമർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ ദാമ്പത്യം മാറ്റും. കർത്താവെ, അവരിൽ ഓരോരുത്തരിലും അങ്ങയുടെ സമാധാനം വരാൻ പ്രാർത്ഥിക്കുന്നു. അവരെ സ്പർശിച്ച് അവരുടെ ദാമ്പത്യം മാറ്റണമേ. അവർ സന്തോഷമായിരിക്കട്ടെ. മക്കളോടൊപ്പം നല്ലൊരു ദാമ്പത്യം അവർക്കുണ്ടാകട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു.